ഗ്രാമപ്രദേശത്തും ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ. വിനോദസഞ്ചാര മേഖലയിലേക്കും അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകുന്നവർക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന രീതിയിലാണ് കൂവപ്പടിയിൽ ഗോ ഈസി ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ചാർജിംഗ് സ്റ്റേഷന്റെ ഉദ്ഘാടനം പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി നിർവഹിച്ചു. ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്കും ഇലക്ട്രിക് വാഹനങ്ങൾ ഏറെയുണ്ടെങ്കിലും ഇവയ്ക്കുള്ള ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് നഗരഹൃദയങ്ങളെ ആശ്രയിക്കണം. എന്നാൽ ഇതിനൊരു പരിഹാരമാണ് ഇപ്പോൾ കൂവപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഗോ ഈസി ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ. ഏറ്റവും കൂടുതൽ വാഹന സഞ്ചാരമുള്ള വല്ലം കുറിച്ചിലക്കോട് റോഡരികിൽ കൂവപ്പടി കവലയിലാണ് സിബി ആലുക്കയുടെ ഉടമസ്ഥതയിലുള്ള ഈ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ. മാറുന്ന കാലത്തിനൊപ്പം സഞ്ചരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇദ്ദേഹം ഇതുപോലൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. എന്റെ ഓർമ്മയിലൂടെ പെട്രോൾ പമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ വന്നത്, നമ്മുടെ ഈ കൂവപ്പടി തോട്ടുവ ഏരിയയിൽ വന്നത് വളരെ വൈകിയാണ്. അപ്പൊ നമ്മളിത് ഈ പെട്രോൾ പമ്പ് ഇല്ലാത്തതുകൊണ്ട് അകലെ പോയാണ് പെട്രോൾ അടിച്ചിരുന്നത്. അപ്പൊ ഈ ഇലക്ട്രിക് റെവല്യൂഷൻ യുഗത്തില് നമുക്ക് ഒരു ചാർജിങ് സ്റ്റേഷൻ നമ്മുടെ ലോക്കൽ ഏരിയ, നമ്മുടെ പഞ്ചായത്ത് ഏരിയയിൽ വരുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതാണെന്ന് തോന്നി. ഇതിന് ടൈം എടുത്ത്, അതിപ്പോ അന്ന് നമ്മൾ കമ്പനിയായിട്ട് സംസാരിച്ചപ്പോ ഇതിന് കുറച്ച് ടൈം എടുത്തിട്ട് മാത്രമാണ് ഇതിൽ നിന്നും ഒരു റവന്യൂ ക്രിയേറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ ടൈം എടുക്കുന്നു പറഞ്ഞു. അപ്പോഴും നമ്മുടെ സ്വന്തം നാട്ടില് ഇങ്ങനെ ഹൈ കപ്പാസിറ്റി ഉള്ള ഒരു EV ചാർജിങ് സ്റ്റേഷൻ തുടങ്ങാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഗ്രാമീണ മേഖലയിലേക്ക് കടന്നെത്തിയ ഗോ ഈസി ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷന്റെ ഉദ്ഘാടനം പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി നിർവഹിച്ചു. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV സുനിൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് അരീക്കൽ, ഫാദർ സെബാസ്റ്റ്യൻ പൊട്ടോളി, വാർഡ് മെമ്പർ രേവതി സനൽ, കോടനാട് പോലീസ് ഇൻസ്പെക്ടർ AS സരിൻ തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്കറിയാം, നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഒരു EV എടുത്തു കഴിഞ്ഞാൽ അത് ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കുറവാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ടൈം കൂടുതൽ സമയം എടുക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം ചാർജിങ് സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് അത് 90 കിലോവാട്ട് ആയതുകൊണ്ട് അരമണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ അതിൽ താഴെ ഇത് ചാർജ് ചെയ്ത് വാഹനം കൊണ്ടുപോകാൻ കഴിയും. ഒരുപക്ഷെ ഇലക്ട്രോണിക് വെഹിക്കിൾ എടുക്കുമ്പോൾ വില അല്പം കൂടുതലാണെങ്കിലും അതിൻ്റെ ഫ്യൂവൽ ചാർജ് വെച്ച് നോക്കുമ്പോൾ 1-2 വർഷം കൊണ്ട് തന്നെ ഇത് മുതലാക്കാൻ പറ്റുന്ന സാഹചര്യം ഈ എടുക്കുന്ന ആളുകൾക്കുണ്ട്. അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂരിലേക്കും പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ കോടനാട് കപ്രിക്കാട് അഭയാരണ്യത്തിലേക്കുമെല്ലാം പോകുന്ന തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രയോജനകരമാകുന്ന രീതിയിലാണ് കൂവപ്പടിയിലെ ഗോ ഈസി ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷന്റെ പ്രവർത്തനം. കേരളത്തിലുടനീളം സേവനങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഗോ ഈസിയുടെ 455ാമത് ചാർജിംഗ് സ്റ്റേഷനാണ് ഇത്. മറ്റിടങ്ങളെ അപേക്ഷിച്ച് 90 കിലോവാട്ട് സൂപ്പർഫാസ്റ്റ് ശേഷിയുള്ള ചാർജിംഗ് സംവിധാനമാണ് കൂവപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് എന്ന് CEO PG രാംനാഥ് അഭിപ്രായപ്പെട്ടു. 455ാമത്തെ ചാർജിംഗ് പോയിന്റ് ആണ് ഇന്ന് കൂവപ്പടിയിൽ ഇനാഗുറേറ്റ് ചെയ്തിട്ടുള്ളത്. കൂവപ്പടി പോലത്തെ ഒരു ദേശത്ത് ഇതേപോലത്തെ ഒരു പ്രൈം സ്പോട്ടിൽ ഇത്രയും നല്ലൊരു ചാർജിംഗ് സ്റ്റേഷൻ, 90 കിലോവാട്ട് സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷൻ ഇനീഷ്യേറ്റ് ചെയ്തതിൽ സിബിയെയും സിബിയുടെ കുടുംബത്തിനെയും കമ്പനിയുടെ പേരിലും എൻ്റെ പേഴ്സണൽ പേരിലും അഭിനന്ദനം നൽകുന്നു. ഇതിനെല്ലാം പുറമെ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പിൽഗ്രിമേജ് സെന്റർ ഇവിടുന്ന് ഹാർഡ്ലി 3 കിലോമീറ്റർ മാത്രം ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ചാർജിംഗ് സ്റ്റേഷന്റെ ഇനി വരുന്ന വളർച്ചയിൽ ഗോ ഈസി അടുത്ത കാലങ്ങളോളം 20 വർഷങ്ങൾ പ്ലസ് ആണ് നമ്മുടെ ഒരു ക്ലയന്റുമായിട്ടുള്ള ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ നമ്മളുമായി സഹകരിച്ച് കൂടുതൽ റവന്യൂ ഈ ചാർജിംഗ് സ്റ്റേഷനിലേക്ക് വരേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും ഗോ ഈസിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. ഗോ ഈസി കേരള ഹെഡ് ഡോൺ ജോർജ്, ജനറൽ മാനേജർ ജോയൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. ചുള്ളിക്കിലുള്ള നമ്മുടെ സോൾ ഫാഷനിൽ എല്ലാ വസ്ത്രങ്ങൾക്കും 50% വരെ ഓഫർ ഉണ്ട്. കുട്ടികളുടെ പാൻസിന് 25 രൂപ കൊടുത്താൽ ഈ കോഡ് സെറ്റിന്റെ വില വെറും 199 ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതിന് റേറ്റ് വരുന്നത് വെറും 310 രൂപ മാത്രം. ഗേൾസിന്റെ നല്ല ട്രെൻഡിങ് ക്രോപ്പ് ടോപ്പുകൾ വേഗം വന്നാൽ ഡബിൾ ആയിട്ട് മേടിക്കും.